ക്യാരക്ടേഴ്സ് ഒരുപാട് ഫേസിലൂടെ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹം തന്നെ ഫേസ് ചെയ്യുന്ന ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, ആ ഫ്രണ്ട്ഷിപ്പ് ഇടയിലുള്ള കാര്യങ്ങളുണ്ട്, ഫാമിലി റിലേറ്റ് ചെയ്തുള്ള സ്വന്തം പാഷൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒരുപാട് സ്റ്റേജിലൂടെയാണ് കഥാപാത്രം പോകുന്നത്. അപ്പം ഇത് വന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു മൈൻഡിൽ പൊക്കുന്നത്? ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്തിക്കാന്നുണ്ടായിരുന്നു? സിനിമ ചെയ്യുന്നത് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ തന്നെയാണല്ലോ, ഓഡിയൻസിന് വേണ്ടിയാണല്ലോ സിനിമയാണ്. അപ്പോൾ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളൂ മനസ്സിൽ. കാരണം നമ്മൾ ഈ പടത്തിൽ ആരെയും മോശപ്പെട്ട രീതിയിലല്ല കാണിക്കുന്നത്. ഇപ്പം ഈ ഒരു ക്യാരക്ടറിന് വീട്ടിലേക്കോ ഉണ്ടെങ്കിൽ അവൻ അത് കെയർ ചെയ്യാത്ത രീതിയിലാണ് മാക്സിമം നടക്കുന്നതും. അവൻ്റെ കൂടെയുള്ള ആൾക്കാർ അവൻ്റെ പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, പാൻഡ പാൻഡ, അല്ലാണ്ട് ഇതൊരു പ്രശ്നമായിട്ട് ആരും കാണുന്നില്ല. പക്ഷേ പുറമേ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതും, പിന്നെ ഇവൻക്ക് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് തന്നെ. അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ ഇവൻ്റെ മെൻറ്റാലിറ്റി എന്തായിരിക്കും? പിന്നെ മാക്സിമം തന്നെ വൃത്തിക്ക് ചെയ്യാൻ നോക്കി. പിന്നെ ഓൾറെഡി സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര സോളിഡ് ആണ് ഈ പടം. കണ്ടന്റ് വൈസും സീക്വൻസ് വൈസും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് പരിപാടികൾ പോകുന്നത്. അപ്പോൾ അതും പിന്നെ കൂടെയുള്ള ക്യാരക്ടേഴ്സിന് പ്രോപ്പറായിട്ടുള്ള ക്യാരക്ടറൈസേഷനും അവരെ ഗ്രാഫും ഉണ്ട്. ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് ഈ ജ്യോതിഷ് അല്ലെങ്കിൽ പാൻഡ എന്ന ക്യാരക്ടറിന് സ്റ്റേബിളായിട്ട് ഓഡിയൻസിന് അത് കണക്ട് ആവുന്നത്. അതെല്ലാം കട്ടക്കനെ നിൽക്കുന്നുണ്ടാണ്. അതേപോലെ സിനിമയെ ഒരു ക്ലൈമാക്സ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതായത് ഒരു ക്യാരക്ടർ തങ്ങളോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അത് ഒരു പണിയും കൂലിയില്ലാത്തത് പറയുന്ന ഒരു ഡയലോഗാണ് സിനിമാക്കാരാവുക എന്നുള്ളത്. അപ്പം സിനിമ എന്ന് പറയുന്നത് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പാഷനായിട്ട് ഇറങ്ങിയിരിക്കുന്നവർക്ക് മാത്രം നടക്കുന്ന ഒരു കാര്യമാണത്. ഒരു പണിയും കൂലി ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ സിനിമ. ഒരിക്കലും അല്ല. പക്ഷെ അത് പറയുന്ന എത്ര ആൾക്കാരുണ്ട് പുറമെ? ആ ഒരു ആൾക്കാരായിട്ട് കാണിച്ചിട്ടുള്ളൂ ആ പറയുന്ന ഒരു ക്യാരക്ടറിനെ. അല്ലാണ്ട് പണിയും കൂടി ഇല്ലാത്ത പരിപാടി അല്ലല്ലോ ചില സിനിമ. കാരണം എന്ന് വെച്ചാൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ തൊട്ട് യൂണിറ്റിലെ ക്രെയിൻ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ, ഇവരെല്ലാവരും ചെയ്യുന്നത് ഒരു പണി തന്നെയാണ്. അവരവരുടെ പണി വൃത്തിക്ക് ചെയ്യില്ലെങ്കിൽ ഒരിക്കലും ഒരു സിനിമ പ്രോപ്പർ ആവില്ല. അതൊന്നും പുറമേയുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പം അങ്ങനെ പറയുന്ന പല ആൾക്കാരുണ്ട്. ഇവനൊക്കെ എത്ര കേട്ടിട്ടുണ്ടെന്ന് അറിയോ? ആ കേൾവി ഇവൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എടുത്തിട്ട ഒരു പോയിന്റാണത്. അല്ലാണ്ട് വെറുതെ എഴുതി ചേർത്ത പരിപാടിയല്ല അത് ഒരിക്കലും. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് മാത്രം നമ്മളവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷേ ജ്യോതിഷ് എന്ന ക്യാരക്ടർ നമ്മളെല്ലാവരുമാണ്. അവന് സിനിമയിൽ കയറണം, അവൻ്റെ ആഗ്രഹം അതാണ്. ഒരു സീനെങ്കിൽ ഒരു സീൻ, ഒരു ഡയലോഗ് കിട്ടിയാൽ അവൻ രാജാവാണ് അവിടെ. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് അർജുനേട്ടൻ. അപ്പോൾ ആ ഒരു ഈ സിനിമയ്ക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നത്? വൻപൊളി, ഭയങ്കര ഹാപ്പി. കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യണ എൻ്റെ വീട്ടുകാരും എൻ്റെ കസിൻസ് തന്നെയാണ്. അപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. കാരണം കുറേ സ്ട്രഗിളും കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. അത് പക്ഷേ പടം കണ്ടതിന് ശേഷം എല്ലാവരും സിനിമയിലെ സീക്വൻസ് ഉണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിൽ കയ്യടി വന്നൊരു മൊമെന്റ് സിനിമയിൽ. അതിനു മുമ്പ് ഓഡിയൻസ് കൈയടിച്ചപ്പോൾ മൊത്തം എല്ലാവരുടെയും കിളിപോയി. അപ്പോൾ ആ മൊമെന്റിൽ എനിക്ക് ഞാൻ എൻ്റെ സിനിമ കാണിക്കാൻ കസിൻസിനെ ആരെയും കൂട്ടൂല. ഞാൻ, അച്ഛൻ, അമ്മ, നീതു, അൻവി, ഇവരുണ്ടാവുള്ളൂ എപ്പോഴും. അപ്പം അന്ന് ഞാൻ ഈ പടം കണ്ട് ഞാൻ പറഞ്ഞു, എടാ വേഗം പോയി കാണുന്നുണ്ട്. എനിക്ക് എക്സൈറ്റഡ് ആയി എല്ലാ കസിൻസിനെ കാണിക്കാൻ, അവരെന്താ പറയണേന്ന് അറിയാനായിട്ട്. കാരണം അവർ മുഖത്തടിച്ച് കാര്യം പറയും. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ കുഴപ്പമില്ല എന്നൊക്കെയല്ലേ പറഞ്ഞോളൂ. ഇവർ മറ്റേ എനിക്ക് ആ ഫ്രീഡം ഉണ്ട്, അപ്പം എനിക്ക് പ്രോപ്പർ ജഡ്ജ്മെന്റ് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അവരുടെ അടുത്ത് കാണാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ 7 മണിക്ക് ഷോന് പിന്നെയും കയറി. അച്ഛന് രാവിലെ വരാൻ പറ്റില്ല, അവിടെ 7 മണിക്ക് ഷോന് കയറി. അത് കഴിഞ്ഞ് 10 മണിക്ക് ഷോന് കസിൻസ് കയറണേ. അപ്പോൾ ഇങ്ങനെ അവരിറങ്ങി വന്നപ്പോഴേക്കും ഇവൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കരഞ്ഞ്, അവനും കരഞ്ഞ്, കൂട്ടക്കരച്ചിലായി. പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് അവൻ പറഞ്ഞ് പിന്നെ ഒന്ന് റിലാക്സ് ആയിട്ടാണ് പറയണേ. കാര്യമായിട്ട് എന്ന് വെച്ചാൽ
ഇത്ര നാളും സിനിമയിൽ അഭിനയിക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് അർജുനെ കാണാം. പക്ഷെ ഈ പടത്തിൽ ജ്യോതിഷിനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഇവർ എഴുതി വെച്ച രീതിയിൽ ഇവർ ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തത് അത്രയും ഡെപ്ത്ഫുള്ളാണ്. അപ്പം എനിക്ക് പോയി നിന്നിട്ട് എൻ്റെ പരിപാടി ജസ്റ്റ് ഒന്ന് അത് പിടിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരു സഹായം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓളത്തിനങ്ങ് പിടിക്കാൻ പറ്റിയെന്നൊരു വിശ്വാസം. കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത്രയും ആകെയുള്ള വിഷമം. ആരും തിയേറ്ററിലേക്ക് അധികം വന്നില്ല. ഏറ്റവും വിഷമം അതാണ്. കാരണം നല്ലൊരു റെസ്പോൺസ് കേട്ടിട്ട് പോലും എനിക്കിത് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കിടന്ന് കുറെ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരു പ്രസ് മീറ്റിലേക്ക് വിളിച്ചത്. പ്രോപ്പർ കൊച്ചി ബോയ് ആണല്ലോ. അപ്പൊ ഈ പാലക്കാട് ഇപ്പോ സ്ലാങ് ശരിക്കും വർക്ക് ചെയ്ത് അവിടെ പോയി നിന്ന് 5 ദിവസം മുമ്പ് തന്നെ പോയി നിന്ന് നമ്മുടെ കൂടെ ഒരുത്തനുണ്ട് വിഷ്ണുദാസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ഡയറക്ടർ പാലക്കാട്ടുകാരനാണ്. വിഷ്ണുദാസിന് അവൻ ഞങ്ങളുടെ കൂടെ തന്നെ ഈ നിർത്തി ഞങ്ങൾ സംസാരിക്കാനും. പിന്നെ രാവിലെ മോർണിംഗ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കോട്ട മൈതാനത്തിലൊക്കെ പോയി ഇങ്ങനെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് മാക്സിമം പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഡബ് ചെയ്യുമ്പോൾ ഇവനുണ്ടല്ലോ പറഞ്ഞുതരും ആ രീതിക്ക് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേ ഓവർ പാലക്കാട് ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മച്ചനെ അതൊന്നും വേണ്ട, ഞാൻ പറയാം, അത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ അങ്ങനെ പിടിച്ച് തുടക്ക സമയമൊക്കെ ഒരു 1.5 മണിക്കൂറൊക്കെ വേണ്ടി വന്നു. പിന്നീട് അവരത് 1/2 മണിക്കൂറിലൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം വെച്ചാൽ അവർ യൂസ്ഡായി. പിന്നെ സുഖമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാനൊക്കെ തന്നെ ചെയ്യാൻ തുടങ്ങി കൈയും കാലൊക്കെ. കാരണം നമുക്കറിയാം. അല്ലല്ല, ചില പോയിന്റിലൊക്കെ നമ്മളൊക്കെ കയ്യിലൊക്കെ പെയിന്റ് ചെയ്യും. അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല. അത് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവമാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. അത് പെട്ടെന്ന് സ്മജ് ആവൂല. പക്ഷെ നമുക്ക് ആകെയുള്ള പ്രശ്നം വെച്ചാൽ എക്സ്റ്റീരിയറും ഇന്റീരിയറും ചിലപ്പോൾ മാറി ഷൂട്ട് ചെയ്യുമ്പോൾ 2 ലൈറ്റ് വ്യത്യാസമാണ്. അപ്പോൾ അതിൻ്റെ ടോൺ മാറും. എക്സ്റ്റീരിയറിനും ഇന്റീരിയർ പോകുമ്പോൾ ലൈറ്റിംഗ് മാറും, പിന്നെ ടോൺ മാറും. അപ്പം അതിൻ്റെ മേളിൽ നമ്മൾ പണിയെടുക്കാൻ നോക്കുമ്പോൾ അത് പിന്നെ സ്മജ് ആവും, ആൽക്കഹോൾ ബേസ്ഡ് ആയതുകൊണ്ട്. അപ്പം അങ്ങനെ കുറച്ചധികം സമയം അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. ഈ പടത്തിന്റെ പ്രൊമോഷൻ സമയത്ത് പറയുന്നുണ്ടായിരുന്നു തലവര ഭയങ്കര സ്പെഷ്യലാണ്, പോസ്റ്റർ ആർട്ടാണ്. ഇപ്പം പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഡിയൻസിന്റെ ഒരു പ്രതികരണം നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മയുഗത്തിന് ശേഷം അർജുൻ അശോകന്റെ ഏറ്റവും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സോ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ അഭിനയം ആളുകൾ ഏറ്റെടുക്കും. എനിക്ക് എല്ലാവരും പറഞ്ഞതിന് ശേഷം കോൺഫിഡൻ്റ് ആയത് ഞാൻ. കാരണം ഞാനിപ്പോൾ കുറച്ച് നാളുകളിലായിട്ട് പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കൊണ്ടുവന്ന കാര്യമാണ് പടം ഇറങ്ങിയിട്ട് ജഡ്ജ് ചെയ്യാം ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ്. കാരണം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഭയങ്കര കൊതിച്ചിരുന്ന പടം ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ട് പോയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ തന്നെ എഫക്റ്റ് ചെയ്യും, കൂടുതൽ പ്രതീക്ഷ വെക്കാണ്ടാണ് ഞാൻ ഈ പടം നിന്നത്. പക്ഷെ എന്നാലും ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത്. അതിറങ്ങിയപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അത് അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റെസ്പോണ്ട് എനിക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്ന് കിട്ടണം. അത് അല്ലെങ്കിൽ മറ്റേ കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം, ഗംഭീരമാണ്. ഇത് മറ്റേ കണ്ടുകഴിഞ്ഞപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നപ്പോൾ ഒക്കെ ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അത് മാത്രമല്ല അർജുൻ്റെ കൂടെ ചെയ്യുന്ന 3ാമത്തെ പടമാണ് ഫസ്റ്റ് ദീപിൽ, പിന്നെ സ്മൃതികളവ്, പിന്നെ തലവര. എനിക്കതിനകത്ത് അർജുനെ കാണാൻ പറ്റില്ല, ജ്യോതിഷിനെ കാണാൻ പറ്റി. സന്തോഷമുണ്ട്. വേറൊന്നും പറയില്ല. നല്ലൊരു സിനിമയുടെ ഭാഗം പറ്റിയതിൽ ഒരുപാട് ഹാപ്പി, സന്തോഷം. നമ്മുടെ ഒരു കഥാപാത്രം ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ നല്ലതെന്ന് പറയുമ്പോൾ നമ്മളത് സന്തോഷിക്കില്ലേ, സന്തോഷമുണ്ട്. ഹായ്, എൻ്റെ പേര് രേവതി. മലയാളത്തിലെ ആദ്യത്തെ പടമാണ്. ആസ് എ ടീം എനിക്ക് തലവര ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ബിക്കോസ് നമ്മളൊക്കെ ഭയങ്കര സിങ്കിലുള്ള ആൾക്കാരാണ്. എനിക്ക് അഖിലിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഐ തിങ്ക് ഓഡിഷൻ ആയിരുന്നു ആദ്യം ഞാൻ അഖിലിനെ കണ്ട്. നമ്മളൊരു 9:30 to 4:30 എനിക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു 3 സീൻ നമ്മൾ തിരിച്ചും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് എനിക്ക് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എങ്ങനത്തെ ഒരു ഡയറക്ടറാണ് അഖിലിന്. കാരണം എനിക്ക് എല്ലാ വേർഡും എല്ലാ സെൻറ്റൻസും എവിടെ പോസ് വേണം, എവിടെ സ്ട്രെസ്സ് വേണം, എവിടെ എന്ത് ഇമോഷനാണ് വേണ്ടത് എന്നൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു
ഡയറക്ടറായിരുന്നു അഖിൽ. അത് കാരണമാണ് എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല എല്ലാവരുടെ പെർഫോമൻസും ഭയങ്കര നാച്ചുറൽ, ഭയങ്കര ഓർഗാനിക്. ആസ് എ സ്ക്രിപ്റ്റ് ഭയങ്കര വർക്കാവുന്ന ഒരു സബ്ജക്റ്റായിരുന്നു എനിക്ക് പേഴ്സണലി. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഔട്ട് വന്നപ്പം എനിക്ക് കിളി പോയി. ഐ വാസ് ഇൻ ടിയേഴ്സ്. ഞാനൊരു 5 നിമിഷം കരഞ്ഞിട്ടൊക്കെയാണ് എണീക്കാൻ പറ്റിയത്. കാരണം ജ്യോതിഷിൻ്റെ ക്യാരക്ടർ നമ്മൾ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യും. നമുക്ക് എവിടെയെങ്കിലും ഫോർ മീ അറ്റ്ലീസ്റ്റ് മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അഖിൽ എന്നോട് ചോദിച്ചു നമ്മുടെ ജനറേഷനിലെ ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും ഈ പടം വർക്കാവുന്നത്, എന്താണ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ അഖിലിനോട് പറഞ്ഞു, ഇഫ് നോട്ട് ഫോർ വിറ്റിലിഗോ, ജ്യോതിഷ് എന്ന ക്യാരക്ടറിന് വിറ്റിലിഗോ ഉള്ള ഇൻസെക്യൂരിറ്റീസും അതിൻ്റെ ഇതുമാണ് നമ്മൾ കാണുന്നത്. അത് വിറ്റിലിഗോ ഉണ്ടാവണം എന്നില്ല. നമ്മുടെ ലൈഫിലും നമുക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടാവും. അതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാം, ഓർ എങ്ങനെ അത് നോട്ട് ടു മേക്ക് ഇറ്റ് അവർ എൻറ്റയർ പേഴ്സണാലിറ്റി എന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവരും തലവര കാണണം ആൻഡ് സപ്പോർട്ട് us. That's it. Thank you. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ആതിര എന്നാണ്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഈ മൂവിയുടെ നറേഷൻ അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ അഖിലേട്ടൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുവേട്ടൻ, പിന്നെ എന്നെ കാസ്റ്റ് ചെയ്തത് അപ്പുവേട്ടൻ അക്ഷയിച്ചയാണ്. അപ്പോൾ അവരോടാണ് എനിക്ക് ഒരു താങ്ക്സ് പറയാനുള്ളത്. പിന്നെ അഖിലേട്ടൻ എല്ലാം കൃത്യം പറഞ്ഞു തരും. ഈ ഒരു സീൻ ഇങ്ങനെയാണ്, ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് ഇത് ഇത്ര മതി എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കുറച്ചും കൂടി. പിന്നെ സെറ്റ്, പ്രൊഡക്ഷൻ എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ അർജുനേട്ടനാണെങ്കിലും ചില സീനൊക്കെ നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ എന്ന രീതിക്ക് എനിക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗം പറ്റിയത്. എല്ലാവരും കാണണം, നല്ല മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഫാമിലി എല്ലാവർക്കും. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഞാൻ അർജുൻ്റെ കൂടെ 2ാമത്തെ സിനിമയാണ് അഭിനയിക്കുന്നത്. ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും നന്നായി എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. അത് ആദ്യമായിട്ടാണ് നന്നായി എന്ന് കേൾക്കുന്നത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അഖിലിന് കൊടുക്കുകയാണ്. കാരണം ഞാനൊരു ടേക്കിൽ ഒരു 8-10 റീടേക്ക് പോയപ്പോൾ 12ാമത്തെ റീടേക്കിലാണെന്ന് തോന്നുന്നു അഖിൽ ഓക്കെ പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇനി അടുത്തത് ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അഖിൽ. മലയാള സിനിമയ്ക്ക് നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ തന്നെ ഗംഭീര സിനിമകളുമായിട്ട് അഖിൽ ഇനിയും വരും. അപ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റും കൂടി നിങ്ങളോട് പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം നല്ലൊരു സിനിമയാണ്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആത്മാർത്ഥമായി സഹായിക്കണം, ഞങ്ങളെ സിനിമ ആൾക്കാരിലേക്ക് കുറച്ചും കൂടി എത്തിക്കണം. താങ്ക് യു. ആര് വിളിച്ചു? കമന്റില് എന്നെ വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചു നോക്ക്. പിന്നെ ഈ റൺവേ ഇറങ്ങിയപ്പോ എന്റെ സ്കൂളിലെ പിള്ളേർ പൊറഞ്ചു വിളിക്കാറുണ്ടായിരുന്നു കുറച്ചാണ്. പൊറഞ്ചു. പിന്നെ അധികം ഒന്നുമില്ല. എന്നെ ഒന്നാമത് പറ്റി ആ വീഡിയോ കണ്ടാൽ തന്നെ കിളിയായിരുന്നല്ലേ ചെറുപ്പത്തിലൊക്കെ, എന്തോർത്തിരിക്കാൻ. അപ്പോൾ അതിനായിട്ട് ഇപ്പം ആഫ്റ്റർ കോവിഡാണ് മലയാളികൾ OTT പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതായത് ഇച്ചിരൂടെ എല്ലാ ലാംഗ്വേജിലും മലയാളികൾ ഒന്നുകൂടെ സിനിമകൾ ആസ്വദിക്കാൻ തുടങ്ങിയതും. ഇപ്പോൾ ഇനിയും വെറുതെ തിയേറ്ററിൽ പോയി 150 രൂപ കൊടുത്തതിന് സിനിമ കാണാം, ഇത് ഒരു മാസം കഴിഞ്ഞാൽ ഇത് ഇറങ്ങുമല്ലോ, മനസ്സമാധാനം എപ്പോൾ വേണമെങ്കിലും ഇത് കാണാം എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. പക്ഷേ ബിസിനസ് വൈസ് OTT ഇച്ചിരൂടെ അഡ്വാൻസ് ആയി തുടങ്ങി. പക്ഷേ അതേസമയം തന്നെ മലയാള സിനിമ പല, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീകുട്ടൻ സിനിമ, പിന്നെ ധീരൻ സിനിമ, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, ധീരൻ സിനിമ, ആ സിനിമകളൊന്നും തിയേറ്ററിൽ അധികം വിജയം കണ്ടില്ല. എന്നാൽ പക്ഷേ അത് OTT ഇറങ്ങിയപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അതായത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ കണ്ടിട്ട് തമിഴ്നാട്ടിൽ ഒരു സ്കൂള് അതേപോലെ ഫോം ചെയ്തു. ഒരു സിനിമ ഉണ്ടാക്കിയ മാറ്റമാണത്. പക്ഷെ അത് തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായില്ല, ആളുകളിലേക്ക് അത് റീച്ച് ആയില്ല. OTT പക്ഷേ റീച്ചായി. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റു ലാംഗ്വേജിൽ വരുന്ന സിനിമകൾ, അതായത് സൂപ്പർ സപ്പോർട്ട് സിനിമകളിലൂടെ വന്നിട്ട്
അതെന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ഓറിയന്റഡ് സബ്ജക്റ്റ് അല്ലാതെ ആ ഒരു നാട് പോലെ പൊന്മുട്ടയിടുന്ന താറാവ് ഇന്ന് നമ്മളെ പുറത്തുള്ള പ്ലോട്ടുകൾ പോലെ ഒരു നാട് നാട്ടുകാരെല്ലാം ഉൾപ്പെട്ടൊരു സിനിമയാണല്ലോ. പക്ഷെ അത് ഫാമിലിയോടെ ഹിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ഓഡിയൻസ് ഇച്ചിരൂടെ തിയേറ്ററിന് വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ മിസ് ചെയ്യുന്നുണ്ടോ മലയാളത്തിൽ? അത് നമ്മളുടെ തെറ്റല്ലേ ആക്ച്വലി. ഓഡിയൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എത്രത്തോളം ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഒരു പടം എത്തിക്കാൻ പറ്റുന്നോ അതിലാണ് വിജയമുള്ളത്. പിന്നെ ചില പടങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ ഹൈപ്പിൽ ആൾക്കാർ അറിഞ്ഞിരിക്കും, അത് ഗുണമാണ്. സുമതി പോലത്തെ പടം ആ പേര് കൊണ്ടും പിന്നെ അതിൻ്റെ പരിപാടികൾ കൊണ്ട് നേരത്തെ ആൾക്കാരെ അറിഞ്ഞു. നല്ലവരെ തന്നെ പറഞ്ഞ പടം എന്നാ ഇറങ്ങണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അധികം പ്രോപ്പർലി സോഷ്യൽ മീഡിയ അല്ലാത്ത ഓഡിയൻസിനെ അറിയണ്ടായില്ല. അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിപ്പോഴും ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതും നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി. കാരണം അവരുടെ തെറ്റല്ല. നമ്മൾ ഒരു കലക്കം പരിപാടി ഇപ്പോൾ കിഷ്കിന്താ കാണ്ഡം പടം ഇറങ്ങി ഫസ്റ്റ് ഡേ വന്നതിനെക്കാട്ടും എക്സ്ട്രീം ക്രൗഡായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നത്. അത് വേർഡ് ഓഫ് മൗത്തും നല്ല പടം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസാണ്. അപ്പോൾ ഈ പടം നല്ല പടം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് ഓഡിയൻസിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേനെക്കാട്ടും ഇന്നലെയൊക്കെ അത്യാവശ്യം ആൾക്കാർ കയറി ഫീലിംഗ് ആണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ഇനി ഒടുക്കത്തെ ഹൗസ്ഫുള്ളൊന്നും ആവണ്ട, ഒരു ഓറഞ്ച് അല്ലെങ്കിൽ അല്ലോ അത് കിട്ടിയാൽ മതി. ഈ പടത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാവും. കാരണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. അപ്പം അതിനുവേണ്ടിയാണ് മാക്സിമം പ്രസ് മീറ്റ് വിളിക്കുന്നതും ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു നല്ല പടമാകുമ്പോൾ നമുക്കും സന്തോഷമുണ്ട് അത് പുഷ് ചെയ്യാനായിട്ട്. അതുകൊണ്ടുള്ള ഒരു സ്ട്രഗ്ലിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ പറയുക, ഇപ്പം അല്ലാത്ത പടമൊക്കെ ഇപ്പം ഒരു പടം ഓഡിയൻസിന് വെക്കാത്ത പടം ഇട്ടൊന്നും നമ്മൾ തിരിച്ച് കേൾക്കേണ്ടി വരും. ഇപ്പം അത് പഴയ പോലെ അല്ല, നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട്. ഇതൊരു നല്ല പടമാണ്, കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും ഇറങ്ങുന്നത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ. സമയം മാറി, കാലം മാറി. നമുക്ക് 15 ദിവസം കൊണ്ട് ഓട്ടിട്ട് ഇറങ്ങണം. അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സിനിമയും മാറി, പണ്ടത്തെ പോലത്തെ സിനിമകളല്ല ഇപ്പോഴും. പക്ഷെ പണ്ടത്തെ പോലെ സിനിമ ചെയ്യാൻ കൊതിക്കുന്നുണ്ട് നമ്മൾ. ഇപ്പൊ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്തില്ലേ ഞങ്ങൾ പ്രമുഖം, എത്ര വർഷം ചെയ്ത പടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സുമതി വളവ് പഴയ സ്റ്റൈലിലെ പടമാണ്, അതിപ്പോ റീക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സിനിമകൾ മാറും, ആൾക്കാരെ പെർസ്പെക്റ്റീവ് മാറും, കാണുന്ന പ്രേക്ഷകരുടെ രീതി മാറും. അപ്പൊ നമ്മൾ നല്ല പടങ്ങളും നല്ല കണ്ടന്റും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥകൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് ചിലപ്പോൾ വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. ഇതിനോട് കോട്ട് ചെയ്ത് പറയണം. ഇപ്പൊ ഒരു ആക്ടറൊക്കെ ഹെൽപ്ലെസ് ആവുന്ന സിറ്റുവേഷൻ ആണ്. ഒരു സ്ഥലത്ത് നല്ല റിവ്യൂ വരുന്നു, കരിയർ ബെസ്റ്റാന്ന് പറയുന്നു. ഇപ്പൊ സർക്യൂട്ടൊക്കെ ആസിഫിയുടെ കരിയറിലെ ഏറ്റവും നല്ല വേഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് ഇവഞ്ചുവലി തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായില്ല. ശരിക്കും അപ്പൊ ഈ നമ്മൾ ഈ പാരലി ഈ സമയത്ത് അഭിനയിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയായിരിക്കും സിനിമ റിലീസ് ആവുന്ന സമയത്ത്. ശരിക്കും ആക്ടറിന്റെ ഫേസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് പ്രോസസ് എങ്ങനെയായിരിക്കും? സങ്കടം ഉണ്ടാവും. എനിക്ക് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയണം. ഞാനിപ്പോൾ നല്ല സങ്കടത്തില്ല, പക്ഷെ കണ്ടിട്ടൊന്നുമില്ല എന്നല്ലല്ലോ. ഇത് ആൾക്കാർക്ക് തിയേറ്ററിൽ കയറുന്ന ഭയങ്കര കൊതിയുണ്ട് ഇപ്പോഴും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ രാവിലെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാക്കനാട് നിന്ന് ഓടി ഇവിടെ വന്ന് പ്രസ് മീറ്റ് എല്ലാവരും വിളിക്കും. ഇപ്പം എനിക്ക് ടെൻഷൻ നിങ്ങൾ പോരുതെന്നാണ്. കാരണം അത്രയും ബ്ലോക്ക് എല്ലാം ഉണ്ട്, ഞാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ് നിങ്ങളെ നിൽക്കുക, അത് ആൾക്കാർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ ഒരു സിനിമ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരു നല്ല പടം തിയേറ്ററിൽ ആൾക്കാർ വരിക എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്. സിനിമ എപ്പോഴും തിയേറ്ററിൽ വ്യൂ ആണ്. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാതിരിക്കാനും, കാരണം ചില പടങ്ങൾ നമ്മൾക്കറിയാം നമ്മൾ പുഷ് ചെയ്തിട്ടും കാര്യമില്ല എന്നറിയാം, അത് നമ്മൾ എത്രത്തോളം നോക്കിയിട്ടും നടപടിയാവില്ല. പക്ഷെ ഇത് നമ്മൾ പുഷ് ചെയ്യണത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ. അത് എത്രത്തോളം എത്തുമെന്ന് അറിയില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ അതെന്തായാലും ഞാൻ സന്തോഷപ്പെട്ടെടുക്കും. പിന്നെ എക്സ്പെക്റ്റിംഗ് ആൾക്കാർ കാണും എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാം നല്ല എന്തെങ്കിലും മാജിക് കണക്കായിരിക്കും. രേവതി മലയാളിയായിട്ടും ഫസ്റ്റ് ചെയ്ത പടം തമിഴിലാണ്. അപ്പോൾ മലയാളത്തിനെക്കാളും എളുപ്പം തമിഴിൽ സിനിമ ചെയ്യുന്നു? അങ്ങനെയൊന്നുമില്ല. രണ്ടും എനിക്ക് ആസ് എ പ്രോസസ് വെരി സിമിലർ ആണ്. ഞാൻ വളർന്നത് ചെന്നൈയിലാണ്, ഞാൻ സെറ്റിൽഡ് ചെന്നൈയിലാണ്. അപ്പോൾ എനിക്ക് തമിഴ് കുറച്ച് ഈസി ആയിട്ട് വരും. എൻ്റെ മലയാളത്തിൽ ചെറിയ തമിഴ് മിക്സിങ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. തമിഴിൽ സിനിമ ചെയ്യുന്നത് ഈസി ആണോ ചോദിച്ചാൽ അല്ല, രണ്ടും എനിക്ക് പ്രോസസ് വൈസ് സിമിലർ ആണ്.
പക്ഷേ ഐ തിങ്ക് ഈ പ്രോജക്റ്റിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. എനിക്ക് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടായിരുന്നു അഖിലിൻ്റെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനോ ഇങ്ങനത്തെ ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഉള്ള ഫ്രീഡം എനിക്ക് ഐ തിങ്ക് തലവരയിലായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയത്. കെമിസ്ട്രി ഐ തിങ്ക് ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അഖിൽ ഭയങ്കര ക്ലിയർ ആയിരുന്നു എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് സന്ധ്യയ്ക്കും ജ്യോതിഷിനും എന്ന്. ഐ തിങ്ക് ഇനീഷ്യലി എനിക്ക് കുറച്ച് ആങ്സൈറ്റി ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ, ഇത്രയും ഇറ്റ് ഷുഡൻറ്റ് ഗോ റോങ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റായിട്ട് കൺവേ ആകാൻ പാടില്ല എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അത് കാരണം മേ ബി ഞാൻ കുറച്ച് പ്രഷർ എൻ്റെ മേത്ത് ഇട്ടത് അല്ലാതെ വേറെ ഒരു അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സ്ക്രിപ്റ്റ് വൈസ് സന്ധ്യയുടെയും ജ്യോതിഷിൻ്റെയും റിലേഷൻഷിപ്പ് ഭയങ്കര ക്ലിയർ ആയിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഭയങ്കര ഓർഗാനിക് നാച്ചുറൽ ആയിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു.